വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം ആണ്ടുവട്ടത്തിലെ 25-ാം ഞായറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിചിന്തനത്തിൻ്റെ തലക്കെട്ട് നമുക്ക് ഇങ്ങനെ ക്രമീകരിക്കാം: യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനവും ശിഷ്യത്വവും അഥവാ പ്രബോധനവും. ചിന്തകൾ 4 പോയിൻ്റുകളായിട്ടാണ് ക്രമീകരിക്കുന്നത്. 1. യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനം. യേശുവിൻ്റെ 3 പീഡാനുഭവ പ്രവചനങ്ങളും വിശുദ്ധ മർക്കോസ് 8, 9, 10 അധ്യായങ്ങളിലായി ക്രമീകരിച്ചിരിക്കുകയാണ്. 8-ാം അധ്യായം 31 മുതൽ 33 വരെ, 9-ാം അധ്യായം 30 മുതൽ 31 വരെ, 10-ാം അധ്യായം 32 മുതൽ 34 വരെ. യേശുവിൻ്റെ 2ാമത്തെ പീഡാനുഭവ പ്രവചനമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. യേശു പഠിപ്പിക്കുന്നതിൻ്റെ മുഖ്യ ഭാഗം പീഡാനുഭവ പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങളിലൂടെ 2 കാര്യങ്ങളാണ് യേശു ലക്ഷ്യം വയ്ക്കുന്നത്. അവ: 1. ഗുരുവായ കർത്താവായ യേശു ആരാകുന്നു എന്ന് പഠിപ്പിക്കുക. 2. ഗുരുവായ കർത്താവായ യേശുവിൻ്റെ നിയോഗം എന്താണ് എന്ന് ശിഷ്യരെ മനസ്സിലാക്കിപ്പിക്കുക. ഈ പ്രവചനങ്ങളുടെ അവസാനം യേശു ലക്ഷ്യം വയ്ക്കുന്നത് തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നതാണ്. മറ്റു വാക്കുകളിൽ, യേശുവിൻ്റെ ശിഷ്യർ യേശുവിൻ്റെ സഹന മരണ ഉത്ഥാനങ്ങളിൽ സജീവമായി പങ്കുചേരുന്നവരായിരിക്കണം എന്നർത്ഥം. 2. വഴിയരികൾ പഠിപ്പിക്കുന്ന യേശു. ദൈവരാജ്യ വരവിനു വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുന്ന യേശു അതിനായി തിരഞ്ഞെടുക്കുന്നത് വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയമാണ്. അക്കാരണത്താൽ വഴിയിലൂടെയുള്ള യേശുവിൻ്റെ യാത്ര ആരും അറിയരുതെന്ന് യേശു ആഗ്രഹിക്കുന്നു. യേശുവാണ് പിതാവിങ്കലേക്കുള്ള വഴി. യേശുവിലൂടെയാണ് പിതാവിൻ്റെ പക്കലേക്ക് പോകേണ്ടത്. യേശുവിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. യോഹന്നാൻ 14-ാം അധ്യായം. ഈ വഴിയാകട്ടെ സഹനത്തിൻ്റെ, കുരിശിൻ്റെ, ജീവൻ്റെ വഴിയാണ്. വഴിയെക്കുറിച്ച് വഴിയായവൻ വഴിയരികിൽ വെച്ച് പഠിപ്പിക്കുന്നു. പീഡാനുഭവ പ്രവചനം നൽകുമ്പോൾ ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത വേദന യേശു ഉള്ളിലൊതുക്കുന്നു. ചിലപ്പോഴെങ്കിലും യേശുവിൻ്റെ മനസ്സ് വിതുമ്പുകയായിരിക്കും. ഇതേതാണ്ട് ഒരമ്മയുടെ പ്രസവവേദന പോലെ തന്നെയാണ്. ശിഷ്യന്മാരുടെ മനസ്സാകട്ടെ വീണ വായിക്കുന്ന മകൾക്ക് തുല്യവും. അമ്മയ്ക്ക് പ്രസവവേദനയും മകൾക്ക് വീണവായനയും എന്ന ചൊല്ല് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാവുന്നതാണ്. 3. യേശുവിനെ ശ്രവിക്കാത്ത ശിഷ്യന്മാർ. വെട്ടിപ്പിടിക്കാൻ, കൊള്ളയടിക്കാൻ, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ, ഭരിക്കാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങിയ ലോകവിസ്മയങ്ങളുടെ പ്രതീകമാണ് 12 ശിഷ്യന്മാർ. അതുകൊണ്ട് തന്നെ അവർക്ക് യേശുവിനെ കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല. കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, കാതുണ്ടായിട്ടും കേൾക്കുന്നില്ല, ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നുമില്ല എന്ന് യേശയ്യ പറയുന്നത് നമുക്കിവിടെ ഓർത്തെടുക്കാം. പകരം അവർ തമ്മിൽ തർക്കമാണ്. സഹന മരണ ഉത്ഥാന സുവിശേഷം ശിഷ്യർക്ക് അഗ്രാഹ്യമായിരുന്നു. അവർ അവരുടെ കാര്യങ്ങളിൽ, പ്രത്യേക കാര്യമുള്ള താല്പര്യങ്ങളിൽ അവർ മുഴുകി. ശിഷ്യന്മാരുടെ സുവിശേഷം അവരാണ് അഥവാ അവനാണ് വലുത്. അതാകട്ടെ യേശുവിൻ്റെ സുവിശേഷത്തിന് നേരെ വിപരീതവും. ക്രിസ്തു ശിഷ്യൻ ശിശുവാകണം. കഫർനാമിലെ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിൽ ഒത്തുകൂടിയപ്പോൾ യേശു അന്വേഷിച്ചു, വഴിയിൽ വെച്ച് നിങ്ങൾ ചർച്ചയല്ല നടത്തിയത്, തർക്കമാണുണ്ടായത്. ആ തർക്കമാകട്ടെ ചെറിയതല്ല, വലിയ തർക്കമാണ്. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. തർക്കത്തിൻ്റെ കേന്ദ്രം ഇതാണ്: ആരാണ് വലിയവൻ? എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം വിനീതനാകണം
മത്തായി 23:12. ദാസരുടെ താഴ്മയാണ് ദൈവം തൃക്കൺ പാർക്കുന്നതെന്ന കാര്യം ശിഷ്യന്മാർ മറന്നിരുന്നു. ലൂക്കാ 1:48. വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യം മത്തായി 11:25. വിവരിക്കാൻ യേശു ഒരു ശിശുവിനെ പൊക്കിപ്പിടിക്കുന്നു, കരങ്ങളിൽ വഹിക്കുന്നു, അവരുടെ മധ്യേ നിർത്തുന്നു. ഇതൊരു അടയാളമാണ്. തീരെ ചെറിയവരുടെ, തീരെ കനമില്ലാത്തവരുടെ, തീരെ ബലഹീനരുടെ, തീരെ ഒന്നുമില്ലാത്തവരുടെ, തീരെ ഒന്നുമല്ലാത്തവരുടെ ഒരു അടയാളം. ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിലും യഹൂദ കാഴ്ചപ്പാടിലും ശിശു നിസ്സാരതയുടെയും നിസ്സഹായതയുടെയും പ്രതീകമാണ്. നിയമത്തിൻ്റെ മുമ്പിൽ ശിശുക്കൾക്ക് അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശിശു ഇന്നുകളിൽ ജീവിക്കുന്നു, നാളെയെപ്പറ്റി ആകുലതകളില്ല, ലോകാരൂപിയില്ല, ശുഭാപ്തി വിശ്വാസിയുമാണ്. ശിശു പേരിനും പദവിക്കും പെരുമയ്ക്കും വേണ്ടി ആരുടെയും പിന്നാലെ പോകുന്നില്ല. മണ്ണിനും പെണ്ണിനും പൊന്നിനും പദവിക്കും ധനത്തിനും വേണ്ടി ആരെയും സമീപിക്കാറുമില്ല. പ്രത്യേക പദ്ധതികളുമായിട്ടല്ല ശിശു ജീവിക്കുന്നത്. പ്രത്യേക സുഖസൗകര്യങ്ങൾ ശിശു നോക്കുന്നില്ല. ശിശുവിന് അസൂയയില്ല, ജീവിതാഭിലാഷങ്ങളുമില്ല. ശിശു എപ്പോഴും മാതാപിതാക്കളെ ആശ്രയിക്കുന്നു. ശിശു നിഷ്കളങ്കതയോടെ, പ്രതികാര മനോഭാവമില്ലാതെ, അനുസരണയോടെ ജീവിക്കുന്നു. സമൂഹത്തിൽ സ്ഥാനമോ സ്വന്തമായ കഴിവോ ഒന്നുമില്ലാത്ത ശിശുക്കളെപ്പോലെ ക്രിസ്തു ശിശു ജീവിക്കണമെന്നാണ് യേശു പറയുക. ഇങ്ങനെയുള്ള ചെറിയവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയാണ് ഒരുവനെ വലിയവനാക്കുന്നത്. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൽ നിഷ്കളങ്കനായി നീതിയോടെ സത്യമായി ജീവിക്കണം. പരദൂഷണം, ദ്രോഹം, അപവാദം എന്നിവ ഉപേക്ഷിക്കണം. കൈക്കൂലി വാങ്ങാതെ അവൻ നിർഭയനായി ജീവിക്കണം. സങ്കീർത്തനം 15. ക്രിസ്തു ശിഷ്യൻ സുഖഭോഗം, സമ്പത്ത്, അധികാരം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണം. ദൈവരാജ്യത്തിൽ വിഭാഗീയത, സ്വരച്ചേർച്ചയില്ലായ്മ പാടില്ല. ദൈവരാജ്യത്തിൽ ഏകലക്ഷ്യത്തിനു വേണ്ടി ഒരുമയോടെ പ്രവർത്തിക്കണം. ശുശ്രൂഷയിലൂടെയാണ് ഒന്നാമനാകേണ്ടത്. യേശു വന്നത് ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി സ്വന്തം ജീവനം മോചനദ്രവ്യമായി നൽകാനുമാണ്. മർക്കോസ് 10:45. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരണം. അവിടെ സഹനവും മരണവുമല്ല, ഉത്ഥാനം കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രത്യാശയാണ് സഹനത്തെയും മരണത്തെയും മറികടക്കുവാൻ ക്രിസ്തു ശിഷ്യനെ പ്രേരിപ്പിക്കേണ്ടതെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.